വിജയിതാവോ വിദൂഷകനോ അല്ല, വെറും ഒരു സൂത്രധാരൻ. സൂത്രധാരൻ എന്നാൽ സൂത്രധാരത്വം വഹിക്കുന്നവൻ എന്നർത്ഥം. എന്നെ മനസ്സിലായ സ്ഥിതിക്ക് എൻ്റെ ആഗമന ദിശ ഞാൻ നിങ്ങളെ അറിയിക്കാം. വംഗദേശത്തെ ഉദയർമ്മ മഹാരാജാവിന്റെ പുത്രിയുടെ മംഗല്യമാണെന്ന്. മാംഗല്യത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നവരാണ് തോന്നുന്നു. എന്താണ് നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? കൊട്ടാരത്തിൽ നിന്നു. അല്ല, കൊട്ടാരത്തിൽ നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷം ഉണ്ടെന്നോ? ഇന്നു മുതൽ വംഗദേശം ഭരിക്കുന്നത് ചിത്രസേനൻ എന്നൊരു യുവശില്പിയാണ്. നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒന്ന് വ്യക്തമായി പറയൂ. പറയാം, അതൊരു കഥയാണ്. ആ, കഥ കേൾക്കാം. കഥ കേൾക്കുന്നതിന് മുമ്പ് കഥയിലെ കഥാപാത്രങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. വരുന്ന മാഘമാസത്തിലെ പൗർണമി നാളിലാണ് നമ്മുടെ പുത്രിയുടെ മാംഗല്യം. മാംഗല്യം കഴിഞ്ഞ് മടങ്ങുന്ന നമ്മുടെ പുത്രിക്ക് നാം ഒരു പല്ലക്ക് സമ്മാനിക്കണം. മിന്നുന്ന ചേലത്തെ ഒരു സ്വർണ്ണ പല്ലക്ക്, അകം നിറയും മുത്തുകളാലും രത്നങ്ങളാലും ഖചിതമായത്. പുറത്ത് അതിമനോഹരമായ കൊത്തുപണികൾ ഉണ്ടായിരിക്കണം. അതിലേറെയും രതിശില്പങ്ങളായിരിക്കണം. രാജൻ, വംഗദേശത്തെ ഉദയവർമ്മ മഹാരാജൻ. ദാരിദ്ര്യത്തിലും പട്ടിണിയിലും രാജ്യത്തെ ജനത മുഴുവൻ കഷ്ടപ്പെടുമ്പോൾ അയൽദേശത്തെ രാജാക്കന്മാരെ ക്ഷണിച്ചു വരുത്തി ഈ സ്വയംവരം ഇത്ര ആർഭാടമാക്കേണ്ടതുണ്ടോ? മന്ത്രി, വംഗദേശത്തിന്റെ മന്ത്രി. കർഷകർ, വംഗദേശത്തെ കർഷകർ. കമ്പനിക്ക് നൽകേണ്ട കപ്പം നൽകിയില്ലെങ്കിൽ ഉദയവർമ്മൻ അങ്ങൊരു സന്ധിയിലെത്തുന്നതിന് തയ്യാറായിക്കൊള്ളൂ. ദൂതൻ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദൂതൻ. ഇവിടെ പഠിച്ചത് തന്നെയാണോ പലർക്കും തൊഴിലായി ലഭിക്കുന്നത്? കൊട്ടാരം കണക്കെഴുത്തുകാരനാകാൻ ഹിമാലയത്തിൽ എത്ര ജീവജാലങ്ങളുണ്ടെന്നറിയണോ? അക്കങ്ങൾ കൂട്ടാനും കുഴിക്കാനും അറിഞ്ഞാൽ പോരെ? ചിത്രസേനൻ, വംഗദേശത്തിന്റെ യുവശില്പി. ഇനി സൂത്രധാരനായി ഞാൻ ഈ കഥയിലെ ആസ്ഥാന കവിയായി വേഷമിടുന്നു. പണ്ടു പണ്ടൊരു നാട്ടിലൊരു സ്വാർത്ഥനം രാജാവ് വാണിരുന്നു. തൻ പ്രജകൾക്കൊന്നുമേകാത്ത മന്നവൻ തങ്കത്താൽ നല്ലൊരു പല്ലക്കു തീർത്തുപോയി. തൻ പ്രിയ പുത്രിക്കു സമ്മാനമായി തങ്കത്താൽ നല്ലൊരു പല്ലക്കു തീർത്തുപോയി. തങ്കത്താൽ നല്ലൊരു പല്ലക്കു തീർത്തുപോയി. കാതരമാം പ്രജകതന്തോദനം ക്രൂരനാം മന്നവൻ കേട്ടറിഞ്ഞില്ല. ഓമൽ പുത്രിതൻ ആശകൾ തീർക്കുവാൻ നാടിന്റെ സമ്പാദ്യം കവർന്നെടുത്തു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് ജനങ്ങൾ സംഘം ചേരുകയാണ് ഞെക്കിപ്പിഴിയുന്ന ഇവിടുത്തെ ഭൂനികുതിക്കെതിരെ. അയൽ രാജ്യങ്ങളിൽ ഉള്ളതിനേക്കാൾ വളരെ കുറഞ്ഞ ഭൂനികുതിയല്ലേ ഇവിടെ ഉള്ളൂ. എന്നിട്ടും നാടായ നാടെല്ലാം പറ്റി വരണ്ടു, തോടായ തോട്ടിലെല്ലാം വെള്ളം പറ്റി. വംഗദേശത്തെ കർഷകരുടെ വയറ് കത്തുന്നു. കഴിഞ്ഞ ഫാൽഗുന മാസത്തിലാണ് തോന്നുന്നു അവസാനമായി ഒരു ചാറ്റൽ മഴ ഉണ്ടായത്. നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നും മഴമേഘങ്ങളെല്ലാം ഉദയവർമ്മ മഹാരാജാവിന്റെ അന്തപുരത്തിൽ അന്തിയിറങ്ങാണെന്ന്. എന്നല്ല, കൃഷിനാശ സംഭവിച്ച ഈ വേളയിലെങ്കിലും ഊതികുതി ഇളവിയാൻ കനിവുണ്ടാകണം. ഓഹോ, മഴയില്ലെന്ന ഒരൊറ്റ കാരണത്താൽ ഭൂനികുതി ഇളവ് ചെയ്യണോ? കൊള്ളാം, നല്ല കാര്യം. ജനങ്ങളുടെ വികാരം അടിയങ്ങൾ അറിയിച്ചുവെന്നേ ഉള്ളൂ. വയറ് കത്തിയേരുന്ന വംഗദേശത്തെ കർഷകർ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്താണത്? ഓഹോ, അത്രയ്ക്ക് ധിക്കാരമോ? കൊട്ടാരത്തിലെ ഉപ്പൻ ചോറും തിന്ന് വളർന്ന ജമീന്ദാർമാർ ഇവിടെ ഉണ്ടെന്ന കാര്യം നിങ്ങൾ മറക്കുന്നു. നികുതി പിരിവിന്റെ പേരും പറഞ്ഞ് കുടിലുകൾ തോറും കയറി ഇറങ്ങുന്ന ജമീന്ദാർമാരോട് പറഞ്ഞേക്ക് അടിയങ്ങളുടെ വാക്കത്തിക്ക് ആരെവിടെ? ഈ ധിക്കാരികളെ പിടിച്ച് പുറത്താക്കൂ. പോകില്ല. ആരെവിടെ? ഒരൊച്ച കേട്ടല്ലോ. ആ മന്ത്രി ആവലാതി ബോധിപ്പിക്കാനാണെങ്കിൽ
നാം ഇന്ന് സഭയിലേക്കില്ല എന്ന് അറിയിച്ചേക്കൂ. തിരുമനസ്സുകൊണ്ട് ക്ഷമിച്ചാലും ജമീന്ദർമാർ അടിയങ്ങളെ ഞെക്കിപ്പിഴിയുകയാണ്. കൃഷിനാശം സംഭവിച്ച ഈ വേളയിലും വിളവിന്റെ 2/3 ഭാഗം നികുതിയായി നൽകിയാൽ കുടിൽ സൂക്ഷിക്കാൻ ഒരു പിടി ധാന്യം പോലുമില്ല. നികുതി പിരിക്കാതെ ഖജനാവ് നിറയ്ക്കുന്നത് എങ്ങനെ? മഹാരാജൻ, തെറ്റുതിരുത്താതെ തന്നിഷ്ടം പോലെ ഭരണം നടത്തുന്ന ഭരണാധികാരികൾ അധികം താമസിയാതെ തുറുങ്കിലടയ്ക്കപ്പെടും. അതിനുള്ള ശക്തിയും വീറും ആവേശവും വംഗദേശത്തെ കർഷകർക്കുണ്ടെന്ന് മനസ്സിലാക്കിയാൽ രാജാവിന് നന്ദി. മന്ത്രി ആരവിടെ? ഈ ധിക്കാരികളെ പിടിച്ച് പുറത്താക്കോ. വേണ്ട, പക്ഷേ ഞങ്ങൾ വീണ്ടും വരും പൂർവാധികം ശക്തിയോടെ. മന്ത്രി, അവറ്റകൾ അപ്പോൾ തന്നെ പറഞ്ഞയക്കാമായിരുന്നില്ലേ? അങ്ങേ മുഖം കാണിച്ചിട്ടേ പോകൂ എന്നവർ ശാഠ്യം പിടിച്ചു. ധിക്കാരികൾ. മന്ത്രി പ്രഭു, അങ്ങെന്തെങ്കിലും മറന്നോ? മറന്നു. വളരെ പ്രമാദമായൊരു വൃത്താന്തം. എന്താണോ അത്? വരുന്ന മാഘമാസത്തിലെ പൗർണമി നാളിലാണ് നമ്മുടെ പുത്രിയുടെ മാംഗല്യം. മാംഗല്യം കഴിഞ്ഞ് മടങ്ങുന്ന നമ്മുടെ പുത്രിക്ക് നാം ഒരു പല്ലക്ക് സമ്മാനിക്കണം. മിണ്ടുന്ന ചേലത്ത ഒരു സ്വർണ്ണ പല്ലക്ക്, അകം നിറയെ മുത്തുകളാലും രത്നങ്ങളാലും ഖചിതമായത്. പുറത്ത് അതിമനോഹരമായ കൊത്തുപണികൾ ഉണ്ടായിരിക്കണം. അതിലേറെയും രതിശില്പങ്ങളായിരിക്കണം. ദാരിദ്ര്യത്തിലും പട്ടിണിയിലും രാജ്യത്തെ ജനത മുഴുവൻ കഷ്ടപ്പെടുമ്പോൾ അയൽ ദേശത്തെ രാജാക്കന്മാരെ ക്ഷണിച്ചു വരുത്തി ഇത്രയും ഗംഭീരമായ ഒരു ആഘോഷം വേണമോ എന്നായിരിക്കും. വേണം. നമ്മുടെ യശസ് അയൽ രാജ്യങ്ങളിൽ ഉയർത്തേണ്ട ആവശ്യം നമുക്കില്ലേ മന്ത്രി? അടിയൻ എന്താണോ ചെയ്യേണ്ടത്? സാമ്രാജ്യത്തിലെ സകലമാന തെരുവുകളും വർണ്ണ തോരണങ്ങൾ കൊണ്ട് അലങ്കരിക്കണം. പാട്ടും കളികളും പ്രേമഗീതകങ്ങളും കൊണ്ട് മുഖരിതമാകണം. വഴിയമ്പലങ്ങൾക്കും ചുമടുതാങ്ങികൾക്കും ചുറ്റും മദ്യം നിറച്ച മൺകൂനകൾ ഒരുക്കണം. പിന്നെ നമ്മുടെ പുത്രിയെക്കുറിച്ച് എഴുതുന്ന ഏറ്റവും നല്ല 5 ഭാവഗീതകങ്ങൾക്ക് നാം പാരിതോഷികം നൽകുന്നതായി ഇന്ന് തന്നെ വിളംബരം ചെയ്തേക്കൂ. പല്ലക്ക് പണിയാൻ വേണ്ട സ്വർണം നിലവറയിൽ നിന്നും എടുത്തോളൂ. അതിനൊട്ടും കുറവ് വരുത്തണ്ട. നമ്മുടെ പുത്രിക്ക് വേണ്ടി തന്നെയാണ് നാം അതൊക്കെയും സ്വരൂപിച്ചു വെച്ചത്. അഥവാ തികയാതെ വന്നാൽ ബാക്കിയുള്ളത് ഖജനാവിൽ നിന്നും എടുത്തോളൂ. പല്ലക്ക് പണിയാൻ വിളംബരം ചെയ്തേക്കൂ. വംഗദേശത്തെയോ അയൽ രാജ്യത്തെയോ ഏറ്റവും ശ്രേഷ്ഠനായ ശില്പി തന്നെയാവണം നമ്മുടെ ഭാവനയിൽ പല്ലക്ക് പണിയാൻ. വിളംബരം ചെയ്തേക്കൂ. വംഗദേശത്തെ ഉദയവർമ്മ മഹാരാജാവ് നീളാൽ വാഴട്ടെ. മംഗളം ഭവിക്കട്ടെ. എന്താണാവോ ആഗമനോദ്ദേശം? അങ്ങ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി തുല്യം ചേർത്ത് കരാർ ലംഘിച്ചിരിക്കുന്നു. കരാർ ലംഘിച്ചതുകൊണ്ട് കമ്പനി നമ്മെ എന്ത് ചെയ്യാനാണ്? പോംവഴിയുണ്ട്. എന്താണത്? ഉദയവർമ്മൻ ഒരു സന്ധിയില്ലാ യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളൂ. 1 വർഷത്തെ സമയം തരുന്നു. ഉദയവർമ്മൻ, നാം ഇറങ്ങുന്നു. കമ്പനിയെ പിണക്കിയാൽ നമുക്ക് സൈന്യമില്ലേ മന്ത്രി അവരോട് ഏറ്റുമുട്ടാൻ? നമ്മുടെ സൈന്യത്തിൽ ആർക്കാണ് നമ്മോട് കൂറ്? ഈ നാട്ടിൽ ജനിച്ചിട്ട് അയൽനാടിന് വേണ്ടി കീജയ് വിളിക്കുന്നവരാ ഇവിടുത്തെ സൈന്യം. രാജ്യസ്നേഹമില്ലാത്ത രാജ്യദ്രോഹികൾ. അപ്പോൾ ആഭ്യന്തര കലാപവും തലപൊക്കി എന്നർത്ഥം. എന്നാൽ സർവ്വതും നശിക്കട്ടെ. നമ്മുടെ മനസ്സ് അലകടൽ പോലെയായി. മന്ത്രി പകൽക്കിനാവ് കാണുകയായിരിക്കും. കർപ്പൂരം കത്തുന്നു. അപ്പോഴേ അവന്റെ ഒരു പകൽക്കിനാവും. എടോ കവി, താനൊരു വൃത്താന്ന് പറഞ്ഞോ? അറിഞ്ഞു, എല്ലാം വഴിയേ അറിഞ്ഞു. കൂടാതെ രാജകുമാരിയെ കുറിച്ച് നാം എഴുതുന്ന ഗീതങ്ങൾക്ക് സമ്മാനവും വാങ്ങും. വംഗദേശത്തെ സകലമാന രത്നങ്ങളും തിളപ്പിച്ചാറ്റിയെടുത്തവളെ, ഉദയവർമ്മന്റെ പുന്നാര പൂമകളെ, നിന്റെ ഉപരനാഥം കേൾക്കാൻ അടുത്ത വരണം എങ്ങനെ പൂർത്തിയാക്കണമെന്ന മന്ത്രി. താൻ പൂർത്തിയാക്കണമെന്നില്ല. വേണ്ടെങ്കിൽ വേണ്ട. എടോ മന്ത്രി, ഈ കൊട്ടാരം കവികൾക്ക് രാജകുമാരിമാരുടെ അംഗപ്രത്യംഗ വർണ്ണനകളാണല്ലോ ഭൂഷണം. ഓ, താൻ അധികം വർണ്ണിച്ച് രോമാഞ്ചം ഉണ്ടാക്കണ്ട. താനിങ്ങ് വന്നേ, ഞാനൊരു സ്വകാര്യം. എടോ മന്ത്രി, താനൊരു ബുദ്ധി രാക്ഷസൻ തന്നെ. എടോ,
ഒന്ന് പതുക്കെ പറ. തടവുന്ന കാര്യമാണ്, പരമരഹസ്യമായിരിക്കും. അത് ഞാൻ ഏറ്റെന്ന്. പരമരഹസ്യമായി സൂക്ഷിച്ചാൽ നമ്മുടെ 5 തലമുറയ്ക്ക് സുഭിക്ഷമായി ജീവിക്കാം. പല്ലക്ക് പണിയുന്നതിന് മുമ്പ് പാവപ്പെട്ട കർഷകരുടെ പട്ടിണി മാറ്റൂ. മറ്റവരുടെ നാവുകൾ കരുത്തുള്ളി വെള്ളം തരൂ. കർഷകർക്ക് തലചായ്ക്കാൻ ഇട നൽകൂ. ഒന്ന് മാറി നിൽക്കുക. ഒന്ന് ശാന്തരാകൂ. ഇല്ലെങ്കിൽ രാജകിങ്കരന്മാരുടെ ചാട്ടവാറുകൾ നിന്റെയൊക്കെ കറുത്ത മേനിൽ ഇഴഞ്ഞു നടക്കും. ഓർമ്മയിരിക്കട്ടെ. പാഞ്ചജന്യം വീണുടഞ്ഞു മഹാബലി മണ്ണടിഞ്ഞു. ശിബിയും നബിയും ക്രിസ്തുവും നൽകിയ വേദാന്തങ്ങൾ എങ്ങോ പോയി മറഞ്ഞു. ശിബിയും നബിയും ക്രിസ്തുവും നൽകിയ വേദാന്തങ്ങൾ എങ്ങോ പോയി മറഞ്ഞു. നിയമം കാക്കേണ്ടോർ നീതി നടത്തേണ്ടോർ, നിയമം കാക്കേണ്ടോർ നീതി നടത്തേണ്ടോർ നിരാളഹസ്തവുമായി പാഞ്ഞെടുത്തു. നിരാളഹസ്തവുമായി പാഞ്ഞെടുത്തു. ശിബിയും നബിയും ക്രിസ്തുവും നൽകിയ വേദാന്തങ്ങൾ എങ്ങോ പോയി മറഞ്ഞു. ശിബിയും നബിയും ക്രിസ്തുവും നൽകിയ വേദാന്തങ്ങൾ എങ്ങോ പോയി മറഞ്ഞു. ആ കർഷകർക്ക് അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അങ്ങനെ ഒരു ദിവസം. അപ്പോൾ നാം പറഞ്ഞതുപോലെ പല്ലക്കിന്റെ പണി അതിഗംഭീരമായി പൂർത്തിയാക്കിയല്ലേ? അതെ. അല്ലയോ ശില്പി, അങ്ങയുടെ അനുവാദത്തോടു കൂടി നമുക്ക് ആ പല്ലക്കിന്റെ ശില്പചാതുര്യം ഒന്ന് നേരിൽ കണ്ട് ആസ്വദിക്കണം. അരുത്. രാജാവ് കാണുന്നതിന് മുൻപ് നമ്മുടെ ശില്പചാതുര്യം മറ്റാരും കണ്ട് ആസ്വദിക്കരുത് എന്ന് നമുക്ക് നിർബന്ധമുണ്ട്. രാജാവിന്റെ പ്രശംസ പിടിച്ചു പറ്റാനൊന്നുമല്ല, തന്നെ ഈ പല്ലക്കിന്റെ ശില്പിയെ തെരഞ്ഞെടുത്ത്. അതെനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? അതൊക്കെ പോട്ടെ. ബാക്കി വന്ന സ്വർണ്ണമുത്തുകളും ബാക്കി വന്ന സ്വർണവും മുത്തുകളും പറയാൻ എന്താ ഇത്ര വിഷമം? ബാക്കി വന്ന സ്വർണവും മുത്തുകളും നമ്മൾ തീരുമാനിച്ച പോലെ പങ്കുവെക്കാൻ സാധ്യമല്ല. താങ്കൾ അതിരെ നടക്കുന്നു. ധിക്കാരം കുറെ കൂടുന്നു. ഈ ധിക്കാരം നാം മഹാരാജാവിനെ അറിയിക്കും. എങ്കിൽ ആദ്യം തിരക്കുന്ന തല നിങ്ങളുടെ ആയിരിക്കും. ഏറ്റവും ശ്രേഷ്ഠനായ ശില്പിയെ തിരഞ്ഞെടുക്കാൻ കൊട്ടാരത്തിന്റെ ഖജനാവിൽ നിന്നും അനുവദിച്ച 101 സ്വർണ്ണ നാണയം ആസ്ഥാന കവിയും മന്ത്രിയും കൂടെ സ്വന്തം കീശാലാക്കിയില്ലേ? സ്വന്തം മകളുടെ സുഖത്തിന് വേണ്ടി ഒരു പല്ലക്ക് പണിയാൻ കൊട്ടാരത്തിന്റെ ഖജനാവിൽ നിന്നും വാരിയെടുത്ത സ്വർണ്ണങ്ങളുടെയും മുത്തുകളുടെയും കണക്ക് പറയാൻ സ്വാർത്ഥമോഹിയായ നിങ്ങളുടെ രാജാവിന് കഴിയുമോ? അല്ലയോ മന്ത്രി, നാം ഒന്ന് ചോദിച്ചോട്ടെ. പല്ലക്ക് പണിയാൻ ഏൽപ്പിച്ച സ്വർണവും മുത്തും ആരുടെ വക? പാവപ്പെട്ട ജനങ്ങളുടെ വക. തീർന്നില്ല. പല്ലക്ക് പണിയാൻ ഏൽപ്പിച്ച സ്വർണത്തിന്റെ 3/4 ഭാഗവും മാറ്റിവെക്കാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടില്ലേ? വെറും ഒരു കുശിനി പണിക്കാരനായി എന്നെ നിങ്ങൾ ശില്പിയാക്കിയില്ലേ? എന്തിനു വേണ്ടി? സ്വന്തം അഭിമാനം സംരക്ഷിക്കാൻ, സ്വന്തം കീശ വീർപ്പിക്കാൻ. ഒരു മത്സരം. ആര് തമ്മിൽ? അധികാരമോഹികൾ തമ്മിൽ. നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ആരാണ് നിങ്ങൾ? ഞാൻ ചിത്രസേനൻ, ഈ കൊട്ടാരത്തിലെ വെറും ഒരു കുശിനിപ്പണിക്കാരൻ. കൊട്ടാരം കുശിനിപ്പണിക്കാരന് രാജ്യസഭയിൽ എന്ത് കാര്യം? വ്യക്തമാക്കാം. അല്ലയോ മഹാരാജൻ, ഇന്നു മുതൽ വംഗദേശം ഭരിക്കുന്നത് ഈ ചിത്രസേനനായിരിക്കും. വീട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ മുറവിളി, അവരുടെ സന്തോഷം, രാജ്യദ്രോഹികളായ നിങ്ങൾക്ക് നാം നൽകേണ്ട ശിക്ഷ എന്തെന്ന് ഇനി അവർ തീരുമാനിക്കട്ടെ. പറയൂ കൂട്ടരെ, അധികാരത്തിന്റെ അന്ധകാരത്തിൽ നാട്ടിൽ അഴിമതിയും സ്വജനപക്ഷപാതവും ദൂർത്തമിളക്കി വിടുന്ന ഈ രാജ്യദ്രോഹികൾക്ക് നാം എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്? നിങ്ങൾ തന്നെ തീരുമാനിക്കുവിൻ. ദയമരവിച്ച മനുഷ്യന്റെ ഒരു മുഖം. ഇവിടെ ആര് ജയിച്ചു അഥവാ ആര് തോറ്റു? ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള യുദ്ധം അതിന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ശിബിയും നബിയും ക്രിസ്തുവും നൽകിയ വേദാന്തങ്ങൾ എങ്ങോ പോയി മറഞ്ഞു. ശിബിയും നബിയും ക്രിസ്തുവും നൽകിയ വേദാന്തങ്ങൾ എങ്ങോ പോയി മറഞ്ഞു. നിയമം കാക്കേണ്ടോർ നീതി നടത്തേണ്ട
പാഞ്ഞെടുത്തു നീരാളഹസ്തവുമായി പാഞ്ഞെടുത്തു. ശിബിയും നബിയും ക്രിസ്തുവും നൽകിയ വേദാന്തങ്ങൾ എന്നോ പോയി മറഞ്ഞു. ശിബിയും നബിയും ക്രിസ്തുവും നൽകിയ വേദാന്തങ്ങൾ എന്നോ പോയി മറഞ്ഞു.